ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളെടി പോകുന്നു മലപ്പുറം എന്നറിയാം. മലപ്പുറം ഒരു അമ്പലത്തില്, മലപ്പുറത്തുള്ള ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം, പിന്നെ തൃപ്പങ്ങോട്ട് ശിവക്ഷേത്രം, പിന്നെ അതിൻ്റെ അടുത്തുള്ള പറ്റുന്ന അമ്പലങ്ങളിൽ പോവായിരിക്കും. അതെങ്ങനെയാ പോകുന്നത് അറിയാം ചങ്ങായിമാരെ. നമ്മളെ പുറവൂർ ശ്രീലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥയാത്രയായിട്ട് അങ്ങനെ പോകുന്നതാണ്. 10 ആളുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം 4:45 സമയം പൊലച്ചെ. അപ്പൊ ഞാനും അമ്മയും ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പൊ പോവാം. അടയൊന്നും ഇതുവരെ പോയിട്ടില്ലെങ്കിൽ അമ്മയൊന്നും പോയിട്ടില്ല, ഞാനും പോയിട്ടില്ല. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അതെ, തീർത്ഥയാത്ര അമ്പലത്തിൽ നിന്ന് വലിയ കഴിഞ്ഞ പോയ പളനി മധുരയാ. അങ്ങനെ വലിയ തീർത്ഥയാത്ര ഒന്നും പോകാൻ ഞാൻ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത് ചെറിയ തീർത്ഥയാത്രയാണ്. എന്തായാലും ചെറുതെന്നല്ല വലുതിലേക്കുള്ള ഒരു പ്രയാണം ആരംഭിക്കുന്നു. അപ്പൊ നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. അമ്പലത്തിൽ എല്ലാവരും വന്നായിരിക്കും. 5 മണിക്ക് പുറപ്പെടുന്ന പറഞ്ഞത്, 4:45 നേരെ അങ്ങോട്ടേക്ക് പോവാം. തള്ളല്ല കേട്ടോളി, തള്ളല്ല. ടീച്ചറെ കാണാൻ അപ്പം കാണാലോ. ശീലേച്ചി വഴിച്ചേക്കല്ല. ഓ, നാളെ മംഗല കഴിക്കണ്ടല്ലോ അല്ലേ? നാണോ എല്ലാവർക്കും ചില്ലറ കൊടുക്കാം. പൈസയെല്ലാം മേഖല എടുത്ത് നോക്കില്ല. ഏത് മാസ്കാ ഇത്? നേരം അമ്പലത്തിൽ പുറപ്പെടുമ്പോ പകുതി ഇരുട്ടു പാട്ട്. ഇവര് ഭയങ്കര ഡാൻസറാട്ടോ. ഇവര് ഇവർക്ക് ചാനലെല്ലാം ഉണ്ടല്ലേ? നിങ്ങളുടെ ചാനലിന്റെ അച്ചുമിച്ചോ? ചങ്ങായിമാരെ, നമ്മള് കോഴിക്കോട് എത്തിയട്ടാ. ചായയെല്ലാം കുടിച്ച്, ചായയൊന്നും കുടിക്കുന്നവർക്ക് എടുത്തില്ല. ലേശം ഉഷാറ് കുറവ്. ചായയെല്ലാം കുടിച്ച് ഉഷാറായ ഞാൻ എടുത്ത വീഡിയോകളിപ്പം കണ്ടേട്ടാ. ഞാൻ ധനേശുണ്ട്, ഇപ്പുറം അമ്മയുണ്ട്. എല്ലാരും കണ്ടില്ലേ നിങ്ങള്? എന്നാ പറയല്ലേ? അല്ലെ ഏതെല്ലാം പറഞ്ഞ പോകുന്നത്? ആ പറ, അത് പറ. കൊറേ നമ്മൾ ഒരുമിച്ച് പോകാതല്ലേ? നമ്മൾ പണ്ട് മലക്ക് പോയല്ലേ ഒപ്പരം, പിന്നെ പോയില്ല അല്ലേ? പോകാൻ കഴിയില്ലല്ലോ ഒരുമിച്ച്. ഏതെല്ലാം അമ്പലത്തിന് പോകാം? ആലത്തൂര് ഹനുമാനമ്പലം, പിന്നെ ഗരുഡൻകാവ് തന്നെ, തൃപ്പങ്ങോട്ട് ശിവക്ഷേത്രം, കാടാമ്പലം. സമയം ഉണ്ടെങ്കിൽ പോകല്ലേ? എന്നാലും യാത്ര അടിപൊളി തന്നെ, എല്ലാരും കൂടെ. മമ്മി ഉണ്ട്, മമ്മി ഇങ്ങോട്ട് നോക്കിയാ എന്നാ പറയാ നിങ്ങക്ക്? നമ്മള് പെണ്ണന്വേഷിക്കുവായിരുന്നു. ആരും വെറുതെ വിടരുത്. ഒരു പെണ്ണുണ്ടായി ഇവന് പറ്റിയെന്ന്. ഇതാ ഓള് വേറെ അമ്പലത്തിലേക്ക് പോക്കാട്ടാ. ഇവിടുന്ന് 1/2 കിലോമീറ്റർ നടക്കണം എന്നാ പറയും. ബസ് അങ്ങോട്ട് പോകില്ല, ചെറിയ റോഡാ. എല്ലാരും നടക്കുന്നുണ്ടാ.
കൊറേ ആൾക്കാർ നടന്നങ്ങ് എത്തിയതാ. ഇതണ്ടാ മുണ്ടേനും മുട്ടേന്റെ സ്റ്റാർ ഗിരീശാണ്. അപ്പുറം ഒരാളുണ്ട് ഓടുന്നുണ്ടതാ. നോക്കുന്നില്ല. ചങ്ങായിമാരെ നമ്മള് നടന്ന് ഗരുഡൻകാവിന്റെ അടുത്തേക്ക് എത്താനായി. ചങ്ങായിമാരെ നമ്മള് ഗരുഡൻകാവ് ക്ഷേത്രത്തിന്റെ കവാടത്തിന്റെ അടുത്ത് എത്തിയട്ടാ. നല്ലൊരു ഇവിടെ നല്ല മഴയിലും പെയ്യുന്നു തോന്നുന്നു അല്ലേ? ഫുള്ള് വെള്ളത്തിന് അംശമുണ്ട് കേട്ടോ. AC ഇടണ്ട, ബസ്സിൽ AC ഇടണ്ട, 10,000 ആവാന്ന് പറയുന്നത്. അപ്പോഴത്തെ അത് തിരിയില്ലട്ടെ ഇവർക്ക്, അതുകൊണ്ട് പറഞ്ഞു കൊടുത്താ. എന്താ ചങ്ങനെ പറയാ, ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ കുളത്തിലേക്ക് പോകുന്ന വഴിയില്ല കേട്ടാ. എന്താ ചങ്ങനെ വേറെ ക്ഷേത്രത്തിന്റെ കുളം കണ്ട്. ഇന്നലെ ഇവിടെ നല്ല മഴ പെയ്തിന് കേട്ടാ. വെള്ളം നല്ല കുത്തി വലിച്ച് വന്നിരുന്നു, കലങ്ങിയിട്ട മൊത്തം. കേരളത്തിലെ ഗരുഡ പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് വെള്ളാമശ്ശേരി ദേവസ്വം ഗരുഡൻകാവ് ക്ഷേത്രം. സർപ്പദോഷ പരിഹാരാർത്ഥമുള്ള വഴിപാടുകളാണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. പ്രധാനമായിട്ട് 4 പ്രതിഷ്ഠകൾ: മഹാവിഷ്ണു, ഗരുഡൻ, ശിവൻ, ശങ്കരനാരായണൻ. ഇതിൽ ഗരുഡനുള്ള വഴിപാടുകൾ മുഴുവൻ സർപ്പദോഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മഞ്ഞപ്പായസം, പാലും പൊടി, ഗരുഡ പഞ്ചാക്ഷരി പുഷ്പാഞ്ജലി, സർപ്പദോഷ പരിഹാര പൂജ, പാമ്പും മുട്ടയും സമർപ്പണം, പാലും പൊടി, ഇങ്ങനെയുള്ള ഒരുപാട് വഴിപാടുകൾ സർപ്പദോഷം തീരുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഗരുഡൻ്റെ നടക്കൽ തന്നെ ചേന സമർപ്പിക്കുക എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട്. ചർമ്മ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്, തൊലിപ്പുറത്തുള്ള ചൊറി, ചരങ്ങ്, പാണ്ട്, അങ്ങനെ ചർമ്മ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഉള്ള ശമനത്തിന് വേണ്ടിയിട്ടാണ് ചേന സമർപ്പിക്കൽ. കൊട്ടയും വെള്ളരിക്കയും സമർപ്പിക്കലുണ്ട്, അതും സർപ്പദോഷം തീരുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള കുറേ പ്രത്യേക വഴിപാടുകൾ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വഴിപാടുകൾ ഗരുഡൻകാവിലുണ്ട്. മഞ്ഞപ്പായസവും പാലും പൊടിയാണ് എല്ലാ ദിവസവും ഉള്ള 2 പ്രധാനപ്പെട്ട വഴിപാടുകൾ. അതിപ്പോൾ ഇനി ആൾക്കാർ ചീട്ടാക്കിയാലും ചീട്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാ ദിവസവും കഴിക്കുന്ന 2 പ്രധാനപ്പെട്ട വഴിപാടുകളാണ് മഞ്ഞപ്പായസവും പാലും പൊടിയും. മറ്റേതൊക്കെ സർപ്പദോഷ പരിഹാര പൂജയൊക്കെ ആൾക്കാർ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യുന്നതാണ്. ഇത് മഞ്ഞപ്പായസവും പാലും പൊടിയാണ് എല്ലാ ദിവസവും ഉള്ള പ്രധാനപ്പെട്ട 2 വഴിപാടുകൾ. നിങ്ങളുടെ പേരെന്തായാലും ചോദിക്കാൻ. എൻ്റെ പേര് ജയൻ എന്നാണ്, ഞാൻ ക്ഷേത്രത്തിലെ മാനേജറാണ്. മാനേജറല്ലേ? ആ ശരി. ഇതെല്ലാം പറഞ്ഞതിന് ഒരുപാട് നന്ദി. നമ്മൾ ഒരു 30 രൂപ അടച്ചാൽ മതി. നമ്മളെ ഭാഗത്ത് ക്ഷേത്രം ദേവസ്വം അല്ലേ? അല്ല ദേവസ്വം കൂടി നമ്മുടെ ചമ്രവട്ടം മാത്രം അല്ലേ? ദേവസ്വം കൂടി ചങ്ങായിമാരെ ഗരുഡൻകാവെന്ന് ഇറങ്ങി കേട്ടോ. ഇനി അടുത്ത ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം അല്ലേ ചേട്ടാ? അതും ഇതുപോലെ കുറച്ച് നടക്കാനുണ്ട്. ഇനി അങ്ങോട്ടേക്ക് നടന്നു പോണം. ഇന്ന് തളരൊന്നുമില്ല, ഇത് അത്രയല്ലേ ഉള്ളൂ. അങ്ങോട്ട് നമ്മക്ക് നടക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. ഇപ്പം ചേച്ചിക്ക് പ്രശ്നമുണ്ട് തോന്നുന്നു അല്ലേ? ചേച്ചി പ്രശ്നമുണ്ടോ? സാരല്ല, എല്ലാം ശരിയാവും. നല്ല ഗ്രാമപ്രദേശം കേട്ടോ. തെങ്ങും കവുങ്ങും തൈപ്പറമ്പ്. ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി. ചങ്ങായിമാരെ കണ്ടോ? നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ. തലപോയ തെങ്ങുണ്ടോ?
ഗിരീഷേട്ടൻ ഇങ്ങനത്തെ എല്ലാം കാണാം, തലയുള്ള തെങ്ങ് എടുക്കാൻ പാടില്ല. ആഹാ, ഏതാ സ്ഥലം? കവുങ്ങ് വേറെ, തെങ്ങ് വേറെ. പൊത്ത് ബീഫാ? ഒന്നല്ലേ ഉള്ളൂ എടാ, ഒന്ന് അങ്ങനത്തെ അങ്ങുള്ളേ കാണൂല്ലോ. ആ, എന്തുണ്ടമ്മേ? ഉഷാറിന്. ക്ഷീണം പിടിച്ചിനാ? അയ്യോ, ക്ഷീണമൊന്നുമില്ല. ഒരമ്പലത്തിൽ പോയി ആടുന്ന് മടങ്ങി അടുത്ത ഹനുമാൻ അമ്പലത്തിലേക്ക്, ആലത്തിയൂർ ഹനുമാൻ അമ്പലം. എങ്ങനെ മാറാൻ? രണ്ട് ആടിനൊക്കെ ഉണ്ടോ? എന്റെ വയലിലെ ആട്. അങ്ങനെ പറയാം, നമ്മളിതിന്റെ ബേക്കിലും എത്തി കേട്ടാ. ഇനി മുന്നിലേക്ക് പോണം. മതിലുണ്ടോ? എങ്ങനെ പറയാം അമ്പലത്തിന്റെ ചങ്ങായിമാറ, ഈ അമ്പലത്തിന്റെ കുളം കേട്ടോ ഈ കാണുന്നത്. വലിയ നല്ല മനോഹരമായ കുളം. കുളവും കുളത്തിന്റെ ചുറ്റുവട്ടുള്ള ഭംഗിയും കണ്ടോ. അമ്മ കാല് നനക്കാൻ വരുന്നുണ്ട്. നല്ല വഴക്കുണ്ട്, നോക്കണേ. താഴ് ചെയ്യണ്ടെന്ന് പറയുമ്പോ വെരി ഗുഡാ. എത്ര സിമ്പിളായി. ലൈറ്റ് വെയിറ്റ് അല്ലേ? ഇതില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഹനുമാനില്ലേ, ഹനുമാൻ ലങ്ക കടന്നിട്ട് ചങ്ങായിമാറ, ഇതിന്റെ ഐതിഹ്യം എന്ന് വെച്ചാൽ ഹനുമാൻ സ്വാമി സമുദ്രലംഘനം ചെയ്തതിന്റെ സങ്കല്പം കരിങ്കൽ സമുദ്രമായി സങ്കല്പിക്കുന്നു. കരിങ്കൽ ചവിട്ടാതെ ചാടുക, അതാണ് എടുത്ത സങ്കല്പം കേട്ടോ. ഇതാണ് എല്ലാരും ചാടുന്നുണ്ട് കേട്ടാ. നമസ്കാരം. എന്താണ് പേര്? ഇവിടുത്തെ മേൽശാന്തി അല്ലേ? ആ, നമ്മള് പുറവൂർ ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വരുന്നതാണ്, കണ്ണൂർ ജില്ലയിലെ. അപ്പോൾ ഇവിടുത്തെ ഐതിഹ്യവും ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാനുണ്ടായി. ഇവിടെ മുഖ്യ പ്രതിഷ്ഠയായിട്ട് ശ്രീരാമസ്വാമിയുള്ളത്, ഉപദേവനായിട്ട് ഹനുമാൻ സ്വാമി, ഉപദേവതകളായിട്ട് ശ്രീ ഗണപതി, അയ്യപ്പൻ, ദുർഗ എന്നിവരെല്ലാവരും ഉണ്ട്. ലക്ഷ്മണസ്വാമി പുറത്തിരിക്കുന്നുണ്ട്. തെക്ക് ഭാഗത്ത് വിഷ്ണു ഭഗവാനുണ്ട്. ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ശ്രീരാമ ഭഗവാൻ ഹനുമാൻ സ്വാമിയെ സീതാദേവിയുടെ അന്വേഷണത്തിനായിട്ട് സുവർണ്ണ ലങ്കയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ശ്രീരാമ ഭഗവാൻ ഹനുമാൻ സ്വാമിക്ക് ഉപദേശം, സീതാദേവിയെ കണ്ടുമുട്ടിയാൽ ശ്രീരാമദേവൻ്റെ ദൂതനാണെന്ന് മനസ്സിലാക്കണമല്ലോ, അതിനുവേണ്ടിയുള്ള ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ്, ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്, അടയാളവാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ശ്രീരാമഭഗവാൻ പറയുന്നത് ശ്രദ്ധിച്ച് ഹനുമാൻ തല ചെരിച്ച് കേൾക്കുകയാണ്. വിഗ്രഹം കണ്ടാൽ അറിയാം, തല തിരിഞ്ഞ് ഇന്ന് കേൾക്കുകയാണ്.
ആ സമയത്ത് ഹനുമാൻ സ്വാമിക്ക് എല്ലാ ദേവതകളുടെയും അനുഗ്രഹം ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പം കാര്യസാധ്യമാണ് ഏറ്റവും പ്രധാനം. ഹനുമാൻ സ്വാമി ഹനുമാനെ എന്ത് പ്രാർത്ഥിച്ചാലും കുഴച്ചവൽ വിചാരിച്ച് പ്രാർത്ഥിക്കാം, ഒരു കാര്യസാധ്യപ്പെട്ടതും നേരെയാവും. ധാരാളം ഭക്തർക്ക് അനുഭവമായിട്ടുണ്ട്, എനിക്കിറക്കം അനുഭവമുണ്ട്. ഇരിക്കല്ലേ. അപ്പോൾ ഒരുപാട് നന്ദി. നമ്മൾ പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാണ്ട് പെട്ടെന്ന് തന്നെ പറയാൻ മനസ്സ് കാണിച്ചതിന് ഒരുപാട് നന്ദി. എന്തെല്ലാം ടീച്ചറെ തളർന്നുപോയാ? ആ ലങ്കയിൽ ചാടി കടന്നിട്ട് എന്താ അനുഭവം? ഭയങ്കര അനുഭവല്ലേ. ആ ദർശനം അതെ അല്ല, ദർശനം ശരിക്കും കിട്ടീനാ? ദർശനം ശരിക്കും കിട്ടീനാ? പിന്നെ തീർച്ചയായും അപ്പേജി എങ്ങനെയുണ്ട് അന്ന് അനുഭവങ്ങളെ? മനസ്സിന് സന്തോഷായില്ലേ? ആ പറഞ്ഞ ഓറതല്ലേ? നിങ്ങളല്ലേ പറയണ്ടേ? മഴ പെയ്യുന്നു. പഴയൊരു അമ്പലം പോലെ അല്ലേ? അതിനെ പുതിയ മൂടി പിടിച്ച പോലെയുണ്ട്. നിങ്ങള് ലങ്ക ചാടിക്കടന്നിനാ? ഇല്ലില്ല, തടിയും കൂടി ലങ്കക്ക് പോയി. അങ്ങനെ തടിയുള്ള അതിന്റെ വെച്ചെല്ലാം ചാടിയില്ലേ? വലിച്ചേട്ടാ ഒന്ന് ആലോചിക്കുന്നു. ചിരിപ്പിക്കരുത്. ചീരാട്ടെ ടീച്ചറെ വെള്ളം കൊടുത്ത് നിങ്ങളെ അനുഭവം പറ. പോയിട്ട് 2 അമ്പലത്തിൽ കയറിയിട്ടുള്ള അനുഭവം. അമ്പലത്തിൽ പോയിട്ട് നമ്മൾ പൂജ ചെയ്യാൻ വേണ്ടി വന്ന് ഇവിടെ ഈ ക്ഷേത്രത്തിൽ എത്തി. 2 ക്ഷേത്രം, ഒരു ക്ഷേത്രത്തിൽ പൂജ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ക്ഷേത്രത്തിൽ വന്ന് പൂജയൊക്കെ ചെയ്തു. ഗരുഡൻ ക്ഷേത്രത്തിലാണ് നമുക്ക് പൂജ ഉണ്ടായത്. അത് കഴിഞ്ഞ് ഹനുമാൻ ക്ഷേത്രത്തിൽ കയറി തൊഴുത്. വ്യത്യസ്തമായ 2 പ്രതിഷ്ഠയാണ്. അപ്പോൾ അവിടെ വന്ന് നമ്മൾ തൊഴുത് മടങ്ങലായി. ഇനി കാടാമ്പുഴയിലേക്കാണ് അടുത്ത യാത്ര. അത് കഴിഞ്ഞ് നേരെ ക്ഷേത്രത്തിലേക്ക് നമ്മൾ മടങ്ങും, നമ്മുടെ നാട്ടിലേക്ക് മടങ്ങും. എന്തെല്ലോ കിസ്സ പറയുന്നുണ്ട്. വരുന്ന കിസ്സ പറയുന്നുണ്ട്. എന്തെല്ലാം പറയുന്നത്? എല്ലാരും നമ്മളെ യൂട്യൂബ് ഫാമിലി ഉള്ളവരും കൂടെ കേൾക്കട്ടെ. നിങ്ങൾ പറ എന്തെല്ലാം കിസ്സയാ പറയുന്നത്? നീ ശരിക്കും പ്രാർത്ഥിച്ചിനാ? പേരെന്നാ? പേര് പറ. എന്തെല്ലാം ശരിക്കും കണ്ടിനാ അമ്മേ? ദർശനം നല്ല ദർശനം കിട്ടിയല്ലേ? തിരക്കൊന്നുമില്ല. നല്ല ദർശനം കിട്ടി. നല്ല അടിപൊളിയുണ്ട്. മനസ്സിന് സന്തോഷമായി. ഗിരീഷ് ചേട്ടൻ എന്തോ കൊടുക്കുന്നുണ്ട്. എന്നാ അതിന്റെ പേര് ഗിരീഷ് ചേട്ടാ? ഇത് ചോളപ്പരി. ചോളപ്പരിയാ? ചോളാപ്പരി. ധനേഷിന് ചോളാപ്പരി. ഇത് മുതലെടുക്കാം. പറവൂർ ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ ക്ഷേത്ര കമ്മിറ്റി പ്രവർത്തകരും അഭ്യുദയകാംക്ഷികളും ഉൾപ്പെടുന്ന ഒരു തീർത്ഥാടന സംഘമാണ് ഈ വാഹനത്തിൽ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ഈ അടുത്ത കാലത്ത് നടത്തിയ താമ്പൂല പ്രശ്നചിന്തയുടെ പരിഹാര കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ഗരുഡൻകാവിൽ സർപ്പദോഷ പരിഹാരമാണ് നിർദ്ദേശിക്കപ്പെട്ടത്. എങ്കിലും തൊട്ടടുത്തുള്ള ആലത്തിയൂർ ശ്രീ ഹനുമാൻ ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തി. നേരത്തെ ഈ ശുചിത്വ പറഞ്ഞതുപോലെ
ഗരുഡൻ ക്ഷേത്രത്തിൽ നമ്മുടെ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു. ഞാൻ ഗരുഡൻ ക്ഷേത്രത്തിൽ എത്തുന്നതിന് മുമ്പേ ഇതുപോലൊരു സംസാരം നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഈ മൈക്കിന്റെ സാധ്യത ഉണ്ടോയെന്ന് അറിയില്ലായിരുന്നു. കാരണം നമ്മൾ ക്ഷേത്രത്തിന്റെ പരിഹാര കർമ്മങ്ങൾ നടത്തി ഭഗവാനോട് പ്രാർത്ഥിക്കുവാനാണ് ഈ തീർത്ഥാടനം നടത്തുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തിൽ നാഗത്തിന്റെ പ്രതിഷ്ഠ നടത്താത്ത ഒരു പ്രയാസം നിലനിൽക്കുന്നുണ്ട്. എല്ലാ പ്രശ്നചിന്താവേളകളിലും ആചാര്യന്മാർ ആ ഒരു പ്രശ്നം എടുത്തു പറയുകയാണ്. അപ്പൊ ആ പ്രശ്നത്തിന്റെ പരിഹാരം നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള കള്ളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സപരിവാര പൂജ നടത്തി. ആ ഒരു പ്രശ്നത്തിന് തന്നെയാണ് നമ്മളിവിടെ ഗരുഡ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നത്. അത് എല്ലാവരും എപ്പോഴും വെച്ചും നമ്മുടെ ക്ഷേത്രത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ഭഗവാനെ ഇന്ന് പ്രവർത്തിച്ചിട്ടുണ്ടാവും എന്നുതന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും കൂട്ടത്തോടെ കൂട്ടപ്രവർത്തന അത് സമൂഹത്തിന് ഗുണകരമാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തം ആവശ്യം മാത്രം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന ആളുകളാണ്. നേരെ മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഫലം കൂടുതലുണ്ട് എന്നാണ് സാധാരണ വിശ്വസിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ചു തരണേ, പരിഹരിച്ചു കൊടുക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ മുന്നിൽ നമ്മളും നല്ലവരായി തീരുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന പ്രത്യേകം വേണ്ടതില്ല, അത് ഭഗവാന്റെ സമക്ഷത്തിൽ എത്തിച്ചേരും. അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പോൾ കാടാമ്പുഴ പ്രാർത്ഥനകൾക്ക് കഴിഞ്ഞ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തീർത്ഥാടനം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ശബരിമലയിലേക്കും മറ്റും തീർത്ഥാടനം നടത്താറുണ്ട്. തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ, തീർത്ഥം പറഞ്ഞാൽ ഏറ്റവും പുണ്യമായത്, ഏറ്റവും പവിത്രമായത് എന്നുള്ളതാണ്. ആ ഏറ്റവും പുണ്യമായ സ്ഥലത്തിലേക്കുള്ള യാത്ര അത് തന്നെയാണ് തീർത്ഥാടനം. തീർത്ഥാടനം നടത്തുന്നതുകൊണ്ടുള്ള നമ്മുടെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൂർവ്വ കാലത്ത് നമ്മുടെ മുൻജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ, ആ പാപ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ പിന്നെയും മനുഷ്യജന്മത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ ആ പാപങ്ങൾ തീർക്കുന്നതിന് വേണ്ടി, ഈ ജന്മത്തിൽ തന്നെ നമ്മുടെ പാപങ്ങൾ തീർക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമാണ് ഈ തീർത്ഥാടനം. നമ്മുടെ ഈ ഫോണിൽ നിന്നൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നില്ല ചില കാര്യങ്ങളൊക്കെ. അതുപോലെ നമ്മുടെ ഭഗവാന്റെ സമക്ഷത്തിലുള്ള നമ്മുടെ മെമ്മറി കാർഡിൽ നിന്നും നമ്മുടെ കുറെ പാപങ്ങൾ ഈ തീർത്ഥാടനം ചെയ്യുക മൂലം ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ കൂടുതൽ പരിശുദ്ധരായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നൊക്കെ എല്ലാ വർഷവും ശബരിമലയിലേക്ക് പോകുന്നത് അവർക്ക് പ്രത്യേക സുരക്ഷ ഭഗവാന്റെ പക്കൽ നിന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. നമ്മുടെ പ്രശ്ന ചിന്തയിൽ കണ്ട കാര്യങ്ങൾ നമ്മൾ ഓരോന്നായി ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ആഭിചാരക്രിയ, ആഭിചാരദോഷം എന്നുള്ളതിന് നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെയാണ് അതിന്റെ പൂജകൾ നടത്തേണ്ടത്. ദർശനഹോമം, ഭഗവതി സേവ എന്നിവയാണ് അവർ നടത്തേണ്ടത്. അത് അടുത്ത ഉത്സവത്തിന് തന്ത്രി നടത്താമെന്നാണ് സമ്മതിച്ചിരിക്കുന്നത്. എങ്കിലും നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ മേൽശാന്തിയെ കൊണ്ട് നമുക്ക് ചെയ്യിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കർമ്മം കൂടി ചെയ്താൽ നമ്മുടെ പരിഹാര കർമ്മങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയാകും. ഭഗവാന്റെ അനുഗ്രഹം നമുക്കൊക്കെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും ഈ തീർത്ഥാടന വേളയിൽ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
നിർത്തുന്നു. നന്ദി, നമസ്കാരം. തോന്നാം. അതുകൊണ്ട് ഒരു അധിക പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. നമ്മുടെ ഈ യാത്ര സന്തോഷപ്രദമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തും. ശ്രീകൃഷ്ണ ശരണം, ശ്രീകൃഷ്ണ ശരണം, ശ്രീകൃഷ്ണ ശരണം ഹരേ. ശ്രീകൃഷ്ണ ശരണം, ശ്രീകൃഷ്ണ ശരണം, ശ്രീകൃഷ്ണ ശരണം ഹരേ. യദുകുലതിലകം യശോദബാലം, യദുകുലതിലകം യശോദബാലം, ശ്രീകൃഷ്ണ ശരണം ഹരേ. ശ്രീകൃഷ്ണ ശരണം, ശ്രീകൃഷ്ണ ശരണം, ശ്രീകൃഷ്ണ ശരണം ഹരേ. ശ്രീകൃഷ്ണ ശരണം, ശ്രീകൃഷ്ണ ശരണം, ശ്രീകൃഷ്ണ ശരണം ഹരേ. വനമാലി കൃഷ്ണം വൈകുണ്ഠധാമം, വനമാലി കൃഷ്ണം വൈകുണ്ഠധാമം, ശ്രീകൃഷ്ണ ശരണം ഹരേ. ശ്രീകൃഷ്ണ ശരണം ഹരേ. ശ്രീകൃഷ്ണ ശരണം, ശ്രീകൃഷ്ണ ശരണം, ശ്രീകൃഷ്ണ ശരണം ഹരേ. യദുകുലതിലകം യശോദബാലം, യദുകുലതിലകം യശോദബാലം, ശ്രീകൃഷ്ണ ശരണം ഹരേ. ശ്രീകൃഷ്ണ ശരണം, ശ്രീകൃഷ്ണ ശരണം, ശ്രീകൃഷ്ണ ശരണം ഹരേ. ശ്രീകൃഷ്ണ ശരണം ഹരേ. ശ്രീകൃഷ്ണ ശരണം, ശ്രീകൃഷ്ണ ശരണം, ശ്രീകൃഷ്ണ ശരണം ഹരേ. ശ്രീകൃഷ്ണ ശരണം ഹരേ. ഉത്തമമായിട്ട് ഇറങ്ങിപ്പോയി കേട്ടോ. നിങ്ങളെ പാട്ട് കേട്ടിട്ട് ഉത്തമമായിട്ട് ഇറങ്ങിപ്പോയി. കാടാമ്പുഴക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതെന്റെ പ്രസംഗം പകുതിക്കായി പോകുമോ എന്നുള്ള ഒരു സംശയം കൊണ്ടാണ് ഞാൻ, അതുകൊണ്ട് ആരെങ്കിലും പാട്ടുപാടി ഭക്ഷണം കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് പ്രസംഗിക്കാന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രസംഗം ഇഷ്ടമല്ലാത്തവർക്ക് ഉറങ്ങുകയും ചെയ്യാലോ. അപ്പൊ പാട്ടുപാടാൻ തയ്യാറാവുന്നവര് കടന്നു വരണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ആരാ ടീച്ചർ പാടില്ല? ആരും പാടുന്നില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ഇപ്പൊ ഞാൻ കണ്ണൂർ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തില് 1987 മുതൽ വർക്ക് ചെയ്തിട്ട് 2023 റിട്ടയർ ചെയ്ത ഒരാളാണ്. അപ്പോൾ പിന്നെ കരിമ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. എന്താണ് കരിമ്പ്, എങ്ങനെയാണ് കൃഷി, പിന്നെ എങ്ങനെയാണ് കരിമ്പിന്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഈ കാര്യങ്ങൾ എല്ലാവർക്കും മിക്കവാറും അറിയാമായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് അറിയുന്നത്, നിങ്ങൾക്ക് അറിയുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ എനിക്ക് അറിയാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണ നമ്മൾ കരിമ്പ് പിന്നെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ അറിയാവുന്നത് പറയാം. കരിമ്പ് പഞ്ചസാര ഉണ്ടാക്കാൻ, കരിമ്പ് എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ നമ്മൾ പഞ്ചസാരയാണ് നമ്മളെ ഓർമ്മയിൽ വരിക. പ്രധാനപ്പെട്ട പ്രോഡക്റ്റ്, കരിമ്പിന്റെ പ്രോഡക്റ്റ് പഞ്ചസാരയാണ്. പക്ഷെ കരിമ്പ് നമ്മൾ അതിലും പ്രധാനമായിട്ട് ക്ഷേത്രങ്ങളിലെ പൂജകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പിന്നെ ഒരു വിളയാണ്. കാർഷിക വിളകളിൽ തെങ്ങ് കഴിഞ്ഞാല് പൂജാ സാധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്, കേരളത്തിനേക്കാളും കൂടുതൽ തമിഴ്നാടും കർണാടകത്തിലുള്ള ആൾക്കാർ ദേവപൂജകൾക്ക് കരിമ്പ് ഉപയോഗിക്കുന്നുണ്ട്. കരിമ്പ് പിന്നെ ഗണപതി ഹോമത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണ്. മറ്റുള്ള പൂജകൾ, നവമി പൂജ ആയാലും എല്ലാ പൂജക്കും കരിമ്പില്ലാതെ ഒരു പൂജയില്ല എന്നുള്ളത് മാതിരിയാണ്. ചങ്ങായിമാരെ, നമ്മള് കാടാമ്പുഴ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. കാടാമ്പുഴ നമ്മള് 2 ആഴ്ച മുന്നേ വന്നതാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ. എന്തായാലും അവിടുത്തെ പറ്റുന്ന കാഴ്ചകൾ കാണിച്ചു തരാം. അമ്മയുടെ ബാഗെല്ലാം റെഡിയാക്കി വെക്കാം. വന്നിട്ടുണ്ട്. അതിനുള്ള ഭാഗ്യം ഉണ്ടായി. 1 മാസത്തിൽ 2 പ്രാവശ്യം വരാനുള്ള ഭാഗ്യം.
ഇല്ല, കഴിഞ്ഞ മാസം ഇത് ഇറങ്ങുന്ന നിൽക്കുന്ന കാടാമ്പുഴ അമ്പലത്തിലേക്ക് കയറുന്ന കേട്ടോ. അങ്ങനെ പറയാം, അന്ന് നമ്മൾ ആ സൈഡ് വഴി കയറിയത്. അങ്ങനെ പറയാം, ഇവിടെ മൊത്തം പുനരുദ്ധാരണം നടക്കുന്ന കേട്ടോ. കാടാമ്പുഴ അമ്പലം. നമസ്കാരം. നമ്മൾ കണ്ണൂർ ജില്ലയിലെ കൊറവൂർ ശ്രീലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥാടനത്തിന് വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേരെന്തായിരുന്നു? കേട്ടില്ല. മുരളീധരൻ. ഇവിടെ എന്തായിട്ടാണ്? ഇൻഫർമേഷൻ സെന്ററിലാണ്. ആ, ഇതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊന്നും പറഞ്ഞത്. നമസ്കാരം. ഇത് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം പറയാനുണ്ട്. അത് ആദിശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം തീർത്ഥാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ദിഗ്വിജയം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഈ വഴി സഞ്ചരിച്ചു. ആ സമയത്ത് ഇവിടെ കാടിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ വളരെ തീക്ഷ്ണമായ ഒരു പ്രകാശം കണ്ടു. എന്താണത് എന്നറിയാൻ അതിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റിയില്ല, അത്ര തീക്ഷ്ണമാണ് ആ പ്രകാശം. അപ്പോൾ അതുകൊണ്ട് ശങ്കരാചാര്യസ്വാമികൾ അതിൻ്റെ ആ ശക്തി കുറയ്ക്കാൻ നരസിംഹത്തെയും സുദർശനത്തെയും ഉപാസിച്ചു. അങ്ങനെ നരസിംഹത്തെയും സുദർശനത്തെയും ഉപാസിച്ചിട്ടാണ് അദ്ദേഹത്തിന് ആ തേജസ്സിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിച്ചത്. തുടർന്ന് ആ തേജസ്സിൻ്റെ അടുത്ത് എത്തിയ അദ്ദേഹം ഭക്തജനങ്ങൾക്ക് അത് ഭഗവതിയുടെ സാന്നിധ്യമാണ് എന്ന് തിരിച്ചറിയുകയും ഭക്തജനങ്ങൾക്ക് ആ ഭഗവതിയുടെ സാന്നിധ്യം കിട്ടാൻ വേണ്ടിയിട്ട്, അവിടേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, ആ തേജസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുമ്പിൽ പിന്നെ നരസിംഹത്തെയും അതേപോലെ തന്നെ സുദർശനത്തെയും സ്ഥാപിച്ചു. അതാണ് മുമ്പിൽ കാണുന്ന ശ്രീകോവിലിൻ്റെ മുമ്പിൽ കാണുന്ന തറ. അവിടെ സുദർശനവുമുണ്ട്, നരസിംഹവുമുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദേവിയുടെ ആ ചൈതന്യം ശരിക്ക് നമുക്ക് അനുഭവിച്ച് അറിയാൻ സാധിക്കും. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് പൂമൂടലാണ്. പൂമൂടൽ 2040 വരേക്ക് ബുക്കിംഗ് കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ബുക്കിംഗ് എടുക്കുന്നില്ല. അപ്പോൾ പൂമൂടലിൽ നേർന്ന ആളുകൾ ഇപ്പോൾ ആ പൂമൂടലിനുള്ള സംഖ്യ 4000 രൂപ ഇവിടെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇത് പൂമൂടലിൻ്റെ ഐതിഹ്യം മഹാഭാരതം കിരാതം കഥയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് പാശുപതാസനം കിട്ടാൻ വേണ്ടിയിട്ട് പാർത്ഥൻ ശിവനെ തപസ് ചെയ്യുകയും ശിവനും പാർവതി ദേവിയും കാട്ടാളനും കാട്ടാളത്തിയുമായിട്ട് ഈ കാട്ടിലങ്ങനെ നടക്കുകയും ചെയ്തു. ആ സമയത്താണ് ഈ ശിവനെ തപസ് ചെയ്തുകൊണ്ട് പാർത്ഥൻ ഇവിടെ ഈ കാട്ടിൽ കഴിയുന്നു. പാർത്ഥൻ ഈ കാട്ടിൽ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം ദുര്യോധനൻ അറിഞ്ഞു. ദുര്യോധനൻ തൻ്റെ മിത്രമായിരിക്കുന്ന മൂകാസുരനെ ദുര്യോധനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. മൂകാസുരൻ ഒരു പന്നിയുടെ വേഷം ധരിച്ച് ഒരു കൊന്തയുടെ ഉള്ളിൽ മറിഞ്ഞിരിക്കുകയാണ്, തക്കം പാർത്തിരിക്കുകയാണ് അർജുനനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് മഹാദേവനും പാർവതിയും കാട്ടാളനും കാട്ടാളത്തിയും പിന്നെ മഹാദേവൻ്റെ കിങ്കരന്മാരെല്ലാവരും കാട്ടാളന്മാരുമൊക്കെ ആയിട്ട് ഈ കാട്ടിൽ അങ്ങനെ കിടന്ന് വിലസം നടത്തുന്നു. അപ്പോൾ മഹാദേവൻ ആ കാടിളക്കി വരുന്നത് കണ്ടപ്പോൾ താൻ പിടിക്കപ്പെടും എന്ന് മൂകാസുരന് മനസ്സിലായി. ആ സമയത്ത് മഹാദേവൻ്റെ പിന്നെ ഭൃത്യന്മാർ വരുന്നതിന് മുമ്പ് അർജുനൻ്റെ കഥ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ആ മൂകാസുരൻ അർജുനൻ്റെ നേരെ പാഞ്ഞു വരികയാണ് പന്നിയുടെ രൂപത്തിൽ. ഇത് മഹാദേവൻ കാണുകയും മഹാദേവൻ ആ പന്നിയുടെ നേരെ അമ്പയക്കുകയും ആ പന്നിയുടെ പിൻഭാഗത്ത് അമ്പ് കൊള്ളുകയും ചെയ്തു. തുടർന്ന് വേദനയോടുകൂടി വായ പൊളിച്ചു കൊണ്ടുവരുന്ന ആ പന്നിയെ പാർത്ഥൻ കാണുകയാണ്. തപസ്സിൽ നിന്ന് ഞെട്ടി ഉണർന്ന അർജുനൻ ആ പന്നിയുടെ വായിലേക്ക് അമ്പ് എയ്തു. 2 അമ്പും, അർജുനൻ്റെ അമ്പും മഹാദേവൻ്റെ അമ്പും ഒരേ സമയം ആ പന്നിയുടെ മേൽ തറച്ച് പന്നി ചത്തു. എന്നുവെച്ചാൽ മൂകാസുരൻ മരിച്ചു. പിന്നീട് തർക്കമായി. ഈ പന്നിയുടെ പേരിൽ ആരാണ് ആദ്യം അമ്പ് ചെയ്തത്, അതിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവർ തമ്മിൽ തിരക്ക് കൂടി അത് യുദ്ധമായി കലാശിച്ചു. അങ്ങനെ
ഈ പാർത്ഥൻ്റെ അമ്പ് കൊണ്ട് മഹാദേവൻ്റെ ശരീരമാകെ മുറിവുണ്ടായി. ആ മുറിവ് ഉണക്കുന്നതിന് വേണ്ടി പാർവതി ദേവി അർജുനൻ എഴുതുവിടുന്ന അമ്പുകൾ പൂക്കളായി പോകട്ടെ എന്ന ഒരു ശാപം, ശരിക്കും ശാപമല്ല വരമാണ്, അത് കൊടുത്തു. അങ്ങനെ പൂക്കളൊക്കെ മഹാദേവൻ്റെ ശരീരത്തിൽ വന്ന് അമ്പുകളൊക്കെ മഹാദേവൻ്റെ ശരീരത്തിൽ വന്ന് പൂക്കളായി പരിണമിച്ചു എന്നാണ്. അങ്ങനെ വടുവൊക്കെ മാറി. ഏതായാലും ഇവിടെ ഇപ്പോഴും ആ ഒരു പിന്നെ അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഐതിഹ്യത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോഴും ഇവിടെ പൂമൂടൽ നടക്കുന്നു. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് പൂമൂടൽ. ഇവിടെ പൂമൂടൽ നടത്തുന്നത് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ 3 ദ്വാരമാണ്. കാടാമ്പള എന്നാണ്. അള എന്ന് പറഞ്ഞാൽ ദ്വാരം എന്നാണ്. കാടാമ്പള, കാടൻ്റെ അമ്പ് ഏറ്റ അള. കാടൻ മഹാദേവനാണ്, അല്ലാതെ കാടാമ്പുഴയല്ല. ഇവിടെ പുഴയില്ല. അള എന്നുള്ളത് ലോപിച്ചിട്ടാണ് പുഴയായത്. കാടൻ്റെ അമ്പേറ്റ ആ അള 3 ദ്വാരമാണ്. ആ 3 ദ്വാരവും തെച്ചിപ്പൂക്കളെ കൊണ്ട് മൂടും. പൂക്കളാണ് ഉപയോഗിക്കുക. ഈ തെച്ചിപ്പൂ ഉപയോഗിക്കാൻ കാരണം അതിന് അമ്പ് ഏരോൻ്റെ അതേ ആകൃതിയാണ് അമ്പിൻ്റെ. ആ അമ്പിൻ്റെ ആകൃതിയുള്ള പൂവ് 4 കളഞ്ഞ് അത് ആ 3 ദ്വാരങ്ങളും മൂടി വയ്ക്കുന്ന ആ ഒരു സങ്കല്പം, അതാണ് പൂമൂടൽ. അത് നിന്നിട്ടാണ് പുഷ്പാഞ്ജലി. എല്ലാ അമ്പലങ്ങളിലും ഇരുന്നിട്ടാണ് പൂജാരി പിന്നെ പുഷ്പാഞ്ജലി ചെയ്യുക. ഇവിടെ പൂമൂടലിൻ്റെ ആ സമയത്ത് മേശാന്തി തന്നെ നേരിട്ടിട്ട് എണീറ്റ് നിന്നിട്ടാണ് ആ പൂമൂടൽ ചെയ്യുന്നത്. അത് രാവിലെ 9 മണിയുടെയും 10 മണിയുടെയും ഇടയിലാണ് ആ പൂമൂടൽ നടക്കുക. ആ സമയത്ത് പൂമൂടൽ കണ്ടു തൊഴുന്നത് ഏറ്റവും നല്ലതാണ്. ഈ പാർവതി ദേവിയാണ് ഇവിടെ ത്വരിതാഭാവത്തിൽ കുടികൊള്ളുന്നത്. പാർവതി ദേവിയുടെ ഇവിടുത്തെ ഭാവം വനദുർഗയല്ല, വനദുർഗയാണെങ്കിലും അതിൽ ത്വരിതാഭാവമാണ്. ദുർഗ ഒരുപാട് ഭാവങ്ങളിലുണ്ട്. ശാന്തി ദുർഗ, വനദുർഗ, വൈഷ്ണവി ദുർഗ, ബാലദുർഗ, അങ്ങനെ ദുർഗാഭാവങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ ത്വരിത എന്നുള്ള ആ ഒരു രൂപത്തിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ആ സങ്കീർത്തനം അമ്മേ നാരായണ, ദേവീ നാരായണ, ത്വരിതേ നാരായണ, വരദേ നാരായണ എന്നാണ്, അല്ലാതെ ലക്ഷ്മി നാരായണ എന്നല്ല. ഏതായാലും ശബരി വേഷഭൂഷാഢ്യം അമരീ സംഘസേവിതാം ത്വരിതാം ഈശ്വരീം വന്ദേ അടവീ നിന്നകാലയ. താമരശ്ശേരി ശങ്കരപ്പട്ടതിരിപ്പാട് ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയ അനുഷ്ഠപൂർത്തത്തിൽ എഴുതിയ ഒരു 4 വരിയാണ്. ശബരി വേഷഭൂഷാഢ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടാള വേഷം പൂണ്ട ആ പിന്നെ പാർവതി ദേവി, അമരീ സംഘസേവിത, ഒപ്പം ആ കാട്ടാളത്തികളുമുണ്ട്, സഖിമാരായിട്ട് കാട്ടാള സ്ത്രീകളോടുകൂടി ത്വരിതാം ഈശ്വരീ വന്ദേ അങ്ങനെ വരുന്നു. അങ്ങനെയുള്ള ത്വരിതയെ ഞാനിതാ വന്ദിക്കുന്നു എന്നാണ്. ഇതാണ് കാടാമ്പുഴയെക്കുറിച്ചിട്ട് ഹ്രസ്വമായിട്ട് പറയാനുള്ളത്. ആ പാർവതി ദേവിയുടെ ഭർത്താവാണ് മഹാദേവൻ. ആ മഹാദേവനാണ് ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ പടിഞ്ഞാട്ട് പോയാൽ അവിടെ കാടാമ്പുഴയ്ക്ക് അഭിമുഖമായിട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്, മാടമ്പിയാർകാവ്. ഈ മാടമ്പിയാർകാവിൽ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്, മഹാദേവൻ. അത് കിരാത രൂപത്തിലാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് വില്ല് ചാർത്തലാണ്. നമ്മൾ അവിടെ ഇരുന്ന് വില്ല് അമ്പും മേശാന്തി തരും ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന്. അത് നമ്മൾ സോപാനത്തിൽ കയറി നമ്മുടെ ദേഹം ഒഴിഞ്ഞ് അവിടെ സ്ഥാപിക്കാം. അപ്പോൾ വില്ല് ചാർത്തലാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. ആ മാടമ്പിയാർകാവ് ദേവിയുടെ ഭർത്താവ് ദേവിക്ക് അഭിമുഖമായിട്ടിരിക്കുന്നു. മാടമ്പിയാർകാവും കാടാമ്പുഴയും തമ്മിലുള്ള ബന്ധം അതാണ്. ഈ അടുത്ത കാലത്താണ് മാടമ്പിയാർകാവ് ഇപ്പോൾ ദേവസ്വം ഏറ്റെടുത്തത്. അതുവരെ ഒരു ട്രസ്റ്റി, ഒരു പാരമ്പര്യ ട്രസ്റ്റിയുടെ കീഴിലായിരുന്നു അത്. ഇപ്പോൾ ദേവസ്വം നേരിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത്രയുമാണ് ചുരുക്കി പറയാനുള്ളത്. ഇതാണ് കാടാമ്പുഴയുടെ ഐതിഹ്യം. പിന്നെ ഇവിടെ കാവ് എന്ന സങ്കല്പമാണ്. അതുകൊണ്ട് ക്ഷേത്രം കൊടിമരമില്ല, ആനയില്ല, മേളങ്ങളില്ല, വെടിക്കെട്ടില്ല, ഉത്സവങ്ങളൊന്നുമില്ല. ഈവൻ ചെണ്ട പോലും തായമ്പകങ്ങളായ വാദ്യഘോഷങ്ങളൊന്നും ഇവിടെ പതിവില്ല. കാരണം ശാന്തമായ സ്വരൂപത്തിലാണ് ദേവി കുടികൊള്ളുന്നത്. അപ്പോൾ ശാന്തമായ ദുരിതാഭാവത്തിലാണ് ഇവിടെ ദേവി അധിവസിക്കുന്നത്. അതുകൊണ്ടാണ് ആ വക ചടങ്ങുകളൊന്നും ഇവിടെ ഇല്ലാത്തത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത വൃശ്ചികത്തിലെ തൃക്കാർത്തികയാണ്. അന്നാണ് ശങ്കരാചാര്യ ദേവിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ് സങ്കല്പം. തൃക്കാർത്തികയുടെ അന്ന് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് സദ്യ കൊണ്ട് പോകും. ഇപ്പോൾ തൃക്കാർത്തിക മഹോത്സവമായിട്ട് ഒരു 9 ദിവസം മഹോത്സവമായിട്ട് ആഘോഷിക്കാറുണ്ട്. ഒരാഴ്ച ദേവി പിന്നെ വിവിധ നാടകങ്ങളും അതുപോലെ തന്നെ കലാപരിപാടികളും അതുപോലെ തന്നെ കഥകളിയും ഒക്കെ തുടങ്ങി അനുഷ്ഠാന കലകളും അതുപോലെ തന്നെ ജനകീയ കലകളും എല്ലാം കൂടി ഇടകലർന്നുകൊണ്ടുള്ള വലിയൊരു ആഘോഷമായിട്ടാണ് തൃക്കാർത്തിക മഹോത്സവം ഇപ്പോൾ കൊണ്ടാടുന്നത്. ഇത്രയുമാണ് പറയാനുള്ളത്. നമസ്കാരം. ഇതൊക്കെ പറഞ്ഞു തന്നെ ഒരുപാട് നന്ദി. ചങ്ങായിമാരെ, നമ്മുടെ പിഷാരിക്കവയിലെത്തിയിട്ടാണ്.
നല്ലൊരു ഉറക്കെല്ലാം കഴിഞ്ഞ് കുറച്ച് വർത്താനം പറഞ്ഞ് ഇപ്പം നമ്മളിത് പിഷാരിക്കാവിലെത്തിയിട്ടുള്ളേ. എല്ലാവരും ഇതാ ഇങ്ങനെ ഹലോ ചില്ലറ പൈസയെല്ലാം പോർക്കുന്നുണ്ടാവും. ചില്ലറ പൈസ കൊടുക്കുന്നു. ചങ്ങായിമാരെ ഇതാണ് പിഷാരിക്കാവിൻ്റെ മുൻഭാഗം കേട്ടോ. ചങ്ങായിമാരെ നമ്മൾ ചിറക്കേക്ക് പോകുന്ന കേട്ടാ. ഇവിടെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. അവരോട് ഇവരെ നിങ്ങള് ഈ ചിറ എങ്ങോട്ടാ? ചിറ അതെയാ, താങ്ക്സ്. അതെയാ, കണ്ട ചങ്ങായിമാരെ നമ്മൾ ചിറേൻ്റെ അടുത്തെത്തി. കിടുക്കൻ ചിറ. ആ നടുക്കുള്ള ആരാ മത്സട്ടാ? അതിൻ്റെ ഇതെന്നാ മത്സ്യം കരക്കേരി ഇരുന്നെന്ന് തോന്നുന്നു.
ചങ്ങായിമാരെ നമ്മൾ പോയ ബസ് കേട്ടാ. എല്ലാരും ഇറങ്ങുന്നുണ്ട്. എന്താട്ടാ നോക്കി നടത്തിക്കാൻ വന്നാ? നോക്കി നടത്തിക്കാൻ വന്നാ? നിങ്ങളൊന്നാ വരാ ഇനി ഉണ്ടല്ലോ. ഏടാ ഇവരാ നമ്മളെ ബസ് നോക്കി നടത്തി അല്ലേ? നിങ്ങളെ പേരെന്തേനു? സതീശൻ അല്ലേ? എവിടെ പയ്യന്നൂർ അല്ലേ? നമ്മളെ സുരക്ഷിതമായിട്ട് കൊണ്ടുവന്നു. താങ്ക്സ്. ഇവരാ നമ്മളെ സാരഥി കേട്ടാ. എന്തേലും പേര്? പവിത്രനല്ലേ? നമ്മളെ സുരക്ഷിതമായി കൊണ്ടുവന്നതിന് നന്ദി. എവിടെയും വീട് വാരത്തല്ലേ? ഓക്കെ. എല്ലാരും യാത്ര പറഞ്ഞ് പോക്കാന്ന് കേട്ടോ. എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ടിനേട്ടാ. ഓക്കെ. ചങ്ങായിമാരെ അമ്പലത്തിന്റെ മുറ്റത്തെത്തിയെത്താം. നമ്മളെ സുരേന്ദ്രൻ നമ്പൂതിരിന്റെ ഇടാ നമ്മളെ കാത്തേക്കുന്നു. സുരേന്ദ്രേട്ടാ നമസ്കാരം. നിങ്ങൾ അനുഗ്രഹിച്ചു വിട്ട പോലെ തന്നെ സുരക്ഷിതമായിട്ട് പോയി വന്നു. എല്ലായിടത്തും നല്ല ദർശനം കിട്ടി, ഭക്ഷണം കിട്ടി, അടിപൊളിയായി. ചങ്ങായിമാരെ അതുപോലെ ഇവിടെ നരസിംഹ ജയന്തി ആഘോഷം നടത്തുന്നുണ്ട് കേട്ടോ. 22/5/24 ബുധനാഴ്ച. അപ്പോൾ പറ്റുന്നവരെല്ലാം വരിക, ഇവിടെ പങ്കെടുക്കുക കേട്ടോ. ചങ്ങായിമാരെ ഇവരെ നമ്മളെ കാത്തു നിന്നാ പോലെ കേട്ടോ, വരാൻ വേണ്ടിട്ട് വരുമ്പോ നമ്മളെ സ്വീകരിക്കാൻ. മണിൻ്റെ നന്ദാട്ടം പോയി, അതിനായിട്ട് നമ്മളെ കാത്തു നിന്ന് കേട്ടാ. എന്താണ് അവസ്ഥ നിങ്ങളെ പോയിട്ട്? എല്ലാം കൊണ്ടും സുരക്ഷിതമായി പോയി തിരിച്ചു വന്നു. ഭഗവാന്റെ അനുഗ്രഹം വീണ്ടും. ചങ്ങായിമാരെ അങ്ങനെ നമ്മള് വീട്ടിലെത്തിയട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ? ഉഷാറന്നെ. നമ്മൾ ഒരു അമ്പലത്തിൽ പോകാൻ വേണ്ടി വിചാരിച്ചിട്ട് കൊറേ അമ്പലത്തിൽ കയറി ഇറങ്ങി, 3-4 അമ്പലത്തിൽ കയറി. അടിപൊളി യാത്രയായിരുന്നു. ഉഷാറന്നെ. അടിപൊളി യാത്രയും ദർശനവും ഭക്ഷണവും സുരക്ഷിതമായിട്ട് പോയിട്ട് വന്നു. കാടാമ്പുഴ നമ്മൾ 1 മാസത്തിനടുക്ക് രണ്ടാമതും പോയി, അതിനും ഭാഗ്യമുണ്ടായി. എല്ലാം കൊണ്ടും അടിപൊളി. സൂപ്പർ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വരുന്നില്ലല്ലോ ഇനിയും പോകാൻ വേണ്ടി ദൈവം ഭാഗ്യം തരട്ടെ എന്ന് പറയുന്നത്. അമ്പലത്തിൽ ഏതെങ്കിലും ഒരു വലിയൊരു തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഇല്ലാതപ്പോ ഒരു 3-4 കൊല്ലം മുന്നേ അവര് പളനി, മധുര, രാമേശ്വരം എല്ലാം പോയി പോലും. ഞാൻ പോയിന് പോലല്ല, ഞാൻ അറിഞ്ഞ പക്ഷെ ഞാൻ ഇല്ലേന്ന്. അപ്പൊ വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജി.